Good morning. Good morning, ma'am. Good Good morning, morning, ma'am. ma'am. Morning, ma'am. Good morning, Good ma'am. morning, all. Good morning, ma'am. Good morning, Prayer ma'am. ആരാണ്? Prayer ഞാനാണ്. പറഞ്ഞോടാ. Hi friends, please join your hands and close your eyes. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിൽ കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിൽ കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിൽ കാരണനായുള്ള തമ്പുരാനേ. കാരണനായുള്ള തമ്പുരാനേ. നന്നായിരുന്നു കേട്ടോ. ഇന്ന് സൈനി ഞാനാണ് മാം. പറഞ്ഞോടാ. Okay. Can you please close your eyes? Take a deep breath. Breathe in. Breathe out. Breathe in. Breathe out. Forgiveness is the success of humanity. മനുഷ്യബന്ധങ്ങൾ കൂടുതൽ സുന്ദരമാകുന്നത് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്. വാശി ആ സൗന്ദര്യത്തെ ഇല്ലാതാക്കും. ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾ എന്നെ മാത്രമേ കേൾക്കാവൂ. മറ്റൊരു ശബ്ദത്തെയും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഈ ജീവിതത്തിൽ നമ്മളോട് ഒരുപാട് ആളുകൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മറക്കാനാവാത്ത, പൊറുക്കാനാവാത്ത കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നിമിഷം നമ്മൾ അവരോടെല്ലാവരോടും പുറത്തു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആരോടും പകയില്ല, വെറുപ്പില്ല, വാശിയില്ല, ഒന്നുമില്ല. ഡീപ് ബ്രീത്ത്. ബ്രീത്തിനോടൊപ്പം ദേശത്തെ ഉള്ളിലേക്കെടുത്ത് ബ്രീത്ത് ഔട്ട്. എല്ലാ വാശിയും പുറത്തേക്ക് കളയൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മൾ ഒന്നിച്ച് മനസ്സിൽ പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ്. പിന്നിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. എന്നെ കുറ്റപ്പെടുത്തിയവരോട്, എന്നെ, എന്റെ ശരീരത്തെ, എന്റെ വ്യക്തിത്വത്തെ കളിയാക്കിയവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് ആരോടും പകയോ വെറുപ്പോ ഇല്ല. എന്റെ മനസ്സിപ്പോൾ വളരെ ശാന്തമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് നേടാൻ പറ്റാതെ പോയ ഉയരങ്ങളെക്കുറിച്ച് ഞാനിനി ചിന്തിക്കുന്നില്ല. എന്റെ വയസ്സ് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്കൊരു തടസ്സവുമല്ല. ഇനി ഞാൻ മറ്റൊന്നിനു മുന്നിലും തോറ്റു കൊടുക്കുകയുമില്ല. എന്റെ വിജയമാണ് എന്റെ മറുപടി.
Take a deep breath. Slowly eyes open. Breathe out. Thank you. It's me, Shahana, signing into the class. Thought of the day. Good morning, ma'am. Good morning, my dear friends. This is Roshni from Adoor. ഞാൻ ഇന്ന് തോട്ട് ഓഫ് ദി ഡേ എന്ന് മലയാളത്തിലാണ് പറയുന്നത്. കാരണം എല്ലാവരുടെയും മാതൃഭാഷയിൽ പറഞ്ഞാലേ അവരുടെ ഹൃദയത്തെ അത് സ്പർശിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ APJ അബ്ദുൽ കലാമിൻ്റെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നുള്ളതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം എന്തെന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നുള്ളതുമാണ്. തിരമാലകളെ എനിക്കിഷ്ടമാണെന്ന് APJ അബ്ദുൽ കലാം പറയുന്നു. തിരമാലകളെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണവും അദ്ദേഹം പറയുന്നു, ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ തിരമാലകളെ പോലെ ആവണം നാം ഓരോരുത്തരും. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിലൊന്ന് ചോദ്യം ചെയ്യുക എന്നതാണ്. വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കട്ടെ. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിഞ്ഞ് നിങ്ങളെ സഹായിക്കാനാണ്. എന്ത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങൂ, എന്നാൽ വിജയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. തോട്ട് ബൈ റോഷ്നി. താങ്ക് യു. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ്? ഓർമ്മയുണ്ടോ? ചൈൽഡ് വെൽഫെയർ അല്ല മിസ്? ചൈൽഡ് വെൽഫെയർ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപയർമെന്റ്. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റും ഹിയറിംഗ് ഇംപയർമെന്റും കഴിഞ്ഞു. ഇനി ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? അവർക്ക് ഫ്രീലി മൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ ബോഡിക്ക് മൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി, ഇൻഎബിലിറ്റി ടു മൂവ് ബോഡി പാർട്സ് ഫ്രീലി. നമ്മളെ പോലെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ബോഡി പാർട്സ് മൂവ് ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ടു ചിലപ്പോൾ ഇഞ്ചുറീസ് മൂലമോ ആക്സിഡന്റ് മൂലമോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ഡിസബിലിറ്റീസ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാരണയായിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്കും എന്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ കുട്ടികൾക്കും അവർക്ക് വേണ്ട എന്താ പറയാ, അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, അവർക്ക് എയ്ഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് വീൽ ചെയർ കൊടുക്കുക. അതേപോലെ തന്നെ വോക്കേഴ്സ്, അവർക്ക് എങ്ങനെയാണോ എക്യുപ്മെന്റ്സ് വേണ്ടത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കാം? ഈ പോളിയോ വന്നിട്ട് ഫിസിക്കൽ ഡിസബിലിറ്റി, നമ്മൾ പോളിയോ എന്ന് പറയുന്ന അസുഖം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, അവിടെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എങ്ങനെയായിരിക്കും? പെർമനന്റ് ആയിരിക്കും. നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ഒരു ഡിസബിലിറ്റി നമുക്ക് കണ്ടിന്യൂ ചെയ്യും. പോളിയോ വരുമ്പോൾ നമുക്ക് ആ ഡിസബിലിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം വരാണെങ്കിൽ ഇതേപോലത്തെ ഡിസബിലിറ്റീസ് വരും. അറ്റ് ബർത്ത് നമുക്ക് ബർത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ജന്മനാലെ ഉള്ള ഡിസബിലിറ്റീസ് ഉള്ളവരുണ്ടാവാറുണ്ട്. സ്പൈനൽ കോഡ് ഇഞ്ചുറി, നമുക്ക് നട്ടലിന് എന്തെങ്കിലും പരിക്കേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഡിസബിലിറ്റീസ് സംഭവിക്കാനുള്ള വേ ആണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് സംഭവിക്കാം, ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കാം. സോ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എഡ്യൂക്കേഷൻ മാക്സിമം അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ വീണ്ടും ഒരു കഥ പറയാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ 8th പഠിച്ചപ്പോ ഫിസിക്കൽ ഡിസബിലിറ്റീസിന്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയാവോ? അവർക്ക് മറ്റു കുട്ടികൾ നോർമൽ ആയിട്ടുള്ള കുട്ടികളെക്കാളും എന്താ പറയാ, കുട്ടികള് അവരോട് ഇങ്ങനെ വേർതിരിവൊക്കെ കാണിക്കുന്നത് ഈ കുട്ടികൾക്ക്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഇൻസിഡന്റ് എന്റെ ലൈഫിൽ വന്നൊരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ 8th പഠിച്ച സമയത്ത് ഞാൻ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കുറെ കുട്ടികൾ വരുമല്ലോ, നമ്മൾ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ കുറെ കുട്ടികൾ വേറെ സ്കൂളുകളിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ മിസ് വന്ന് ഞങ്ങളോട് ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പൊ നോർമൽ അല്ലേ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം ശ്രദ്ധയൊന്നും കൊടുത്തില്ല കേട്ടോ.
പക്ഷേ മിസ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കുട്ടി കഴിഞ്ഞ വർഷം വേറൊരു സ്കൂളിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ അവിടെയുള്ള എല്ലാ കുട്ടികളും കൂടി ഒറ്റപ്പെടുത്തി, അതേപോലെ തന്നെ എന്താ പറയാ, ആ കുട്ടിക്ക് ഒറ്റപ്പെടുത്തി ഒരുപാട് കളിയാക്കി. എന്നിട്ട് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആളെന്ത് ചെയ്തത്, ആ സമയത്ത് ആ അക്കാഡമിക് ഇയറിൽ എന്ത് ചെയ്തത്, സ്കൂളിലൊന്നും പോകാനത്. നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അതേപോലെ ആ കുട്ടീനോട് പെരുമാറാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് തരാം. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, കുഞ്ഞു കുട്ടികളല്ലേ. അത് കഴിഞ്ഞിട്ടാ പറഞ്ഞിട്ട് അവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണെന്ന്. ചില നട്ടലിന് ഇഞ്ചുറി ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനോ നടക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഓക്കെ, അപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞു. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ സാധാരണ ഒരു 3-4-5 സ്റ്റെപ്പ് കയറിയിട്ടാണ് ക്ലാസ്സിലേക്ക് കയറേണ്ടത്. പഴയ മോഡലാണ് സ്കൂള്. അപ്പോ ഞങ്ങൾ അവിടെ ഒരു സ്ലോപ്പ് പോലെ എന്ത് ചെയ്യുന്നവര്, പെട്ടെന്ന് തന്നെ സ്ലോപ്പ് പോലെ വീൽ ചെയർ ഒക്കെ നമുക്ക് ഇനി ഉന്തി കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ലോപ്പ് പോലെ അവർക്ക് ബിൽഡ് ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആള് ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കറിയാലോ, ആദ്യം ഞങ്ങൾക്ക് പേടിയായിരുന്നു, പോയി സംസാരിക്കാനൊക്കെ പേടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും ആളെ എന്താ പറയാ നല്ലൊരു ഹാപ്പിനെസ്സോട് കൂടി തന്നെ സ്വീകരിച്ചു. കാരണം അവൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നു, ഞങ്ങൾ അവളോട് പോയി വർത്താനം ഒക്കെ പറയും. അതേപോലെ ഇന്റർവെൽ ടൈമിൽ ആളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പുറത്തേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ഇറക്കി കൊണ്ടുപോകില്ല, അവിടെ വരാന്തയിൽ വരെയും കൊണ്ടുവന്ന് നിർത്തും. അപ്പൊ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണും, തിരിച്ചു പോരും. അപ്പൊ നമ്മൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത്. നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് പാടില്ല. ഓക്കെ, ചിലപ്പോ ഈ പറഞ്ഞ കുട്ടി ഉണ്ടല്ലോ, അവള് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നന്നായിട്ട് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യും. എനിക്ക് തോന്നുന്നു 10th 7 A+നോട് അടുപ്പിച്ചെന്ന മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് വേറെ ഒരു പ്രശ്നമില്ല, ആൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എഴുതാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് എഴുതാനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആൾക്ക് എഴുന്നേറ്റ് നടക്കാനോ അങ്ങനെയാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു അരക്ക് കീഴ്പോട്ടാണ് തളർന്നിരിക്കുന്നത് ഫുള്ളായിട്ട്. അപ്പൊ അങ്ങനത്തെ ഡിസബിലിറ്റി, പല ടൈപ്പ് ഡിസബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഓരോ ഡിസബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഓരോ സ്കൂളുകളിലും എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. There are children with various types of physical handicap. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കുട്ടികൾക്ക് ഫിസിക്കൽ ഹാൻഡിക്യാപ്റ്റ് ഉണ്ട്, പല ടൈപ്പില്. Some of physical abnormalities are cognitive or the result of certain disease. നമുക്ക് ജന്മനാലേ ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഗർഭസ്ഥ അവസ്ഥയിൽ ഇരുന്നപ്പോ ഉള്ള അസുഖങ്ങൾ കൊണ്ട് ഡിസബിലിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. This can also occur due to ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഓർ ആക്സിഡന്റ്. നമ്മൾ ഇപ്പൊ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുട്ടിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കിട്ടിയിട്ടില്ല, ഡെഫിഷ്യൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സിഡന്റ്, അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് അങ്ങനെയും ഡിസബിലിറ്റീസ് വന്നതായിട്ട് പറയാറുണ്ട്. ദീസ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി അഫക്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. പല പാർട്സിനും, ബോഡിയുടെ പല പാർട്സിനെയായിരിക്കും ഈ ഡിസബിലിറ്റീസ് അഫക്ട് ചെയ്യുന്നത്. Some they affect the normal life of an individual. സാധാരണ രീതിയിൽ പറഞ്ഞ ഈ ഡിസബിലിറ്റീസ് നോർമൽ ലൈഫ്, നമ്മളൊക്കെ റൺ ചെയ്യുന്ന പോലെ നോർമൽ ലൈഫ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ അവരെന്താണ്, അവർക്ക് വേണ്ടത് ഒരു സപ്പോർട്ടാണ്, ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടത്. What they accept from the society is sympathetic, helpful and supporting response. അവർ ആകെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സപ്പോർട്ടാണ് നമ്മളിൽ നിന്ന്. The teachers and the whole system of education have to get their mental state and accept the essential step for responding to their needs favorably. അപ്പോ ആ കുട്ടിക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള നീഡ്സുകൾ, മീറ്റ് ചെയ്യേണ്ട നീഡ്സുകൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് വീൽ ചെയറിലാണ് ആള് ക്ലാസ്സിലേക്ക് വരുന്നതും പോകുന്നതും. അപ്പൊ ഞങ്ങൾ അവിടെ എന്താണ് സ്റ്റെപ്സ് ആയിരുന്നു, അതുകൊണ്ട് സ്ലോപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്ലോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആളെയും കൊണ്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോപ്പിലൂടെ ഇറങ്ങാനും പുറത്തോട്ടൊക്കെ പോകാനും അതേപോലെ വണ്ടിയിലേക്കൊക്കെ ആളാക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. അത് അവൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് PTA ബിൽഡ് ചെയ്തതാണ് അത്, ആ ഒരു സ്ലോപ്പ് പോലെ അറേഞ്ച്മെന്റ്. All the children with physical deformities or handicap do not require same type of compensatory treatment. എല്ലാ ടൈപ്പ് കുട്ടികൾക്കും, എല്ലാ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കും സെയിം കോമ്പൻസേറ്ററി ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല വേണ്ടത്. ചിലവർക്ക് ചിലപ്പോൾ വീൽ ചെയർ കമ്പൽസറി ആയിരിക്കും.
ചിലവർക്ക് ചിലപ്പോ വോക്കേഴ്സ് ആയിരിക്കും. നമ്മളിങ്ങനെ പിടിച്ച് അവർക്ക് നടക്കാനായിട്ട് പറ്റില്ല, പക്ഷെ വോക്കർ ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ച് നടക്കാനായിട്ട് പറ്റും. അപ്പൊ ഓരോ കുട്ടിയുടെയും ഡിസബിലിറ്റീസ് അനുസരിച്ചിട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ എന്ത് നമ്മൾ എയ്ഡുകളും കൊടുക്കേണ്ടത്, കോമ്പൻസേറ്ററി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഈ ചേഞ്ച് അക്കോർഡിംഗ് ടു നീഡ്സ്, ആ ഓരോ കുട്ടിയുടെയും നീഡ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇനി ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനായിട്ടുള്ള മറ്റു കാരണങ്ങളാണ് TB വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ട്യൂബർകുലോസിസ്, ചെറുപ്പത്തിലെ TB വന്നിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരും. പോളിയോമൈലൈറ്റിസിന്റെ കാര്യം പറഞ്ഞു, ഫിസിക്കൽ ഡിസബിലിറ്റി വരും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കേസരി ദാൽ, നമ്മള് ഉത്തർപ്രദേശ് UP കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു തരം പരിപ്പാണ് കേസരി ദാൽ എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര വിലക്കുറവാണ് അതിന്, ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് കൺസ്യൂം ചെയ്തത് മൂലം ഒരുപാട് ആൾക്കാർക്ക് എന്ത് വന്നിട്ടുണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റീസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു ദുരന്തം ഏതാണ്, എൻഡോസൾഫാൻ. എവിടെയായിരുന്നു എൻഡോസൾഫാൻ വന്നത്? കാസർഗോഡ്. അപ്പൊ ആ ഒരു ഏരിയയിലുള്ള കുട്ടികൾക്കൊക്കെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ത് വന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു പ്രദേശത്തുള്ള എന്താ പറയാ, ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പോഴും അതിന്റെ സൈഡ് എഫക്ട്സ് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭോപ്പാൽ ദുരന്തം, ഭോപ്പാൽ നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ഭോപ്പാൽ ആ ഒരു പ്രദേശത്തും ആ ഒരു കെമിക്കൽസ് എന്ത് ചെയ്തുകൊണ്ട് ആ ഒരു ഫാക്ടറിയിൽ നിന്ന് ലീക്ക് ആയത് മൂലം ഒരുപാട് പേർക്ക് എന്ത് വന്നിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇന്നും അവർക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഒരുപാട് പേര് ഫിസിക്കലി ഡിസേബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അവർക്ക് നമ്മളെ പോലെ പ്രോപ്പർ ആയിട്ട് ലൈഫ് റൺ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 3 ടോപ്പിക് തരാം. ഈ 3 ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 3 പേര് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇത് നാളെ പ്രസന്റ് ചെയ്യണം. എനിക്ക് പറഞ്ഞത് ഏതൊക്കെയാണ്, എൻഡോസൾഫാനെ കുറിച്ചിട്ട്, പിന്നെ ഭോപ്പാല്, കേസരി ദാൽ. കേസരി ദാലിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് സെർച്ച് ചെയ്യണം കേട്ടോ. കാരണം ഇന്ത്യയിൽ ഒരു 1956 എന്തോ ബാൻ ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് കേസരി ദാല്. അപ്പൊ അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അധികം ന്യൂസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ കാണിച്ചു തരാം. മാം മെനിഞ്ചൈറ്റിസിനെ കുറിച്ചും പറഞ്ഞായിരുന്നു, അത് നാളെ ക്ലാസ് ആവണ്ടാ. ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നാളെ ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നോക്കി, ഇതാണ് കേസരി ദാൽ. 10 things you don't know before you eat it. നമ്മള് പരിപ്പാണ് സാധാരണ പറയണ പരിപ്പാണ്, പക്ഷെ കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടുന്നതാണ്. ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കുക, കേസരി ദാലിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുമെന്നുള്ളത്. കാരണം ഈ ദാൽ യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഡീറ്റെയിൽസ് കിട്ടുമെന്ന്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, എൻഡോസൾഫാൻ അറിയാലോ, എൻഡോസൾഫാൻ, പിന്നെ ഭോപ്പാൽ. അപ്പോ ഈ എന്താ പറയാ, ഇത് മൂലം എന്ത് വരുന്നുണ്ട്, നാച്ചുറലി അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഇപ്പൊ ഞാൻ പറയുമ്പോ ഭോപ്പാൽ, അതേപോലെ തന്നെ എൻഡോസൾഫാൻ, അങ്ങനെ ദുരന്തങ്ങൾ മൂലവും അല്ലെങ്കിൽ അതിന്റെയൊക്കെ സൈഡ് എഫക്ട് മൂലവും ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ നമ്മൾ നോക്കുന്നത് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആൾക്ക് വേണ്ട ഫിസിക്കൽ നീഡ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് എന്ത് മാക്സിമം അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് എന്താണോ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അവരെ ഹാപ്പി ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, ആൾക്ക് സുഗമമായി വന്ന് പഠിച്ചു പോകാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കാൻ പറ്റും, ആ അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്ത് കൊടുക്കാം, പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ 3ാമത്തെ കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി 4ാമത്തെ കാറ്റഗറിയാണ് മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസ്, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ. അപ്പോൾ മോണ്ടിസോറി ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പോകാം, മോണ്ടിസോറി സ്കൂളിൽ പോകാം. അതേപോലെ തന്നെ മെന്റലി റിറ്റെയിൻഡ് ചിൽഡ്രൻസിന് ഉള്ള സ്കൂളിൽ പോകാനായിട്ട് പറ്റും, പഠിപ്പിക്കാൻ പോകാൻ പറ്റും. മെന്റലി റിറ്റെയിൻഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ നോർമലി നമ്മൾ 3 to 6 years ഉള്ള കുട്ടികളെയാണ് ഡീൽ ചെയ്യണമെങ്കിൽ അതേ ഒരു
മൈൻഡ് സെറ്റ് ആയിരിക്കും ആർക്കും ഈ പറഞ്ഞ മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസിന് ഉണ്ടാവുന്നത്. കാരണം അവര് ശരീരം കൊണ്ട് വളർന്നിട്ടുണ്ടാവും, അവരെ കാണുമ്പോൾ ഭയങ്കര വലിയ കുട്ടികളൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അവരുടെ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും, കുഞ്ഞു കുട്ടിയുടെ മനസ്സായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അവരെ നമ്മളുടെ മക്കളെ പോലെ തന്നെ നമ്മൾ അവർ വലുതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ കൂടി വന്ന് കെട്ടിയൊക്കെ പിടിക്കും. അപ്പൊ നമ്മളത് നമ്മുടെ മോനാണ് അല്ലെങ്കിൽ മോളാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇത് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് ആവാൻ കാരണം ഡിലേ ഇൻ ഡെവലപ്മെന്റിൽ ഡിലേ സംഭവിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ബ്രെയിൻ ഇൻഫെക്ഷൻ എന്നുവെച്ചാല് ബ്രെയിനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നത് മൂലമോ, ഫിക്സ് വരോ, മെൻജൈറ്റിസ്, അതേപോലെ നമ്മളിപ്പോ പറയാ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ അസുഖമാണല്ലോ മെൻജൈറ്റിസ്, അത് വരുന്നത് മൂലമോ, അല്ലെങ്കിൽ ഓട്ടിസം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ്, പിന്നെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി മൂലമൊക്കെ നമുക്ക് എന്താണ് മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അവരെ നോർമൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്രീറ്റ് ചെയ്യാം. അവർ ചിലപ്പോ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താല് ഒന്നും സാധാരണ കുട്ടികൾക്ക് ഒരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും ശരിയാക്കും. നമ്മളത് വിചാരിക്കരുത് ഈ കുട്ടികൾ ശരിയാക്കുമെന്ന്. അവര് വന്ന് വീണ്ടും അതേ ആക്ടിവിറ്റീസ് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടത് എന്താ, നമ്മളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് നമുക്ക് പേഷ്യൻസ് മാത്രമാണ്. നമുക്ക് നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. നല്ല പേഷ്യൻസ് ആണ് വേണ്ടത്. കാരണം എന്താണ് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ കുട്ടികളെ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന മൂലം മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ മെറ്റീരിയൽസ് യൂസ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യിപ്പിച്ച് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ്. മാം ഒരു മിനിറ്റ്. റീജ, മാം നമുക്ക് ശരിക്കും ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും? എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും? അതിന്റെ ബ്രെയിൻ ലിപിയൊക്കെ ഇത് ഞാൻ പറയുന്നത് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസിന്റെ കാര്യമാണ്. അവർക്ക് നോർമൽ സബ്ജക്റ്റ് ഒക്കെ തന്നെയായിരിക്കും ഇതേപോലെ, അല്ലെങ്കിൽ എക്സ്ട്രാ? മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസിനെ പഠിപ്പിക്കാനായിട്ട് പറ്റും. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഈ മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസിനെ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പാലയത്തുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന സിലബസ് നമ്മുടെ മോണ്ടിസോറിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മെന്റലി റിട്ടേൺഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പാലയത്ത് തന്നെയുണ്ട്. അപ്പൊ അവിടെ അവർ ഫോളോ ചെയ്ത സിലബസ് നമ്മുടെ മോണ്ടിസോറിയുടെ. അപ്പൊ അതെനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം. കാരണം എന്റെയൊക്കെ ചെറുപ്പത്തില് എന്റെ അതേ ഏജ് ഉള്ള ഒരു കുട്ടി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവൻ ഭയങ്കര വയലന്റ് ആയിരുന്നു. ഞങ്ങളുടെ ഒപ്പം കളിക്കാനൊന്നും വിടൂല അവരുടെ വീട്ടുകാർ. ഭയങ്കര വയലന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ വെക്കേഷൻ ടൈമിലൊക്കെ അമ്മ വെറുതെ ആ സമയത്താണ് നമ്മൾ വീട്ടിലുണ്ടാവും. ആ സമയത്ത് ഭയങ്കരമായിട്ട് കരച്ചിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ വെയിലും എന്തൊക്കെയോ കൊണ്ട് ആള് ഇതേപോലെ മെന്റലി റീറ്റെയിൻഡ് ആണ്, ഡിസബിലിറ്റീസ് ഉള്ള കുട്ടിയാണ്. അപ്പൊ അവര് വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നു ആ സമയങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. ഒട്ടും എന്ത് ചെയ്യില്ല, പുറത്തോട്ടൊന്നും വിടൂല. ഓൾറെഡി അവർക്ക് അറിയായിരുന്നു ഈ കുട്ടിക്ക് ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഡെലിവറി ചെയ്തത്. കാരണം ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അബോർഷൻ ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞു, അബോർഷൻ ചെയ്യണം, കുട്ടിക്ക് വൈകല്യങ്ങളുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് അതിന് സമ്മതിച്ചില്ല. കാരണം ദൈവം തരുന്നതാണല്ലോ, ദൈവം തന്നത് എങ്ങനെയായാലും അവർ സ്വീകരിക്കും എന്നുള്ളൊരു ഇതിൽ തന്നെ അവര് എന്ത് ചെയ്തു, ആ കുട്ടിനെ സ്വീകരിച്ചു. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ അമ്മ ചെയ്തൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഞാനിപ്പോ പറയാൻ കാരണം, ഇത് കഴിഞ്ഞ് ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ വരുമ്പോ എന്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പറയാം ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന്. എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഒരു ദിവസം നോക്കുമ്പോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വണ്ടിയിൽ ഇവനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് പോണത് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അവരിവിടെ അവിടെയാണല്ലോ പഠിക്കണെന്ന് വിചാരിച്ചു. അവന്റെ അച്ഛനെ ഒരു ദിവസം കണ്ടു ഞാൻ. അവന്റെ പപ്പനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മോൻ അവിടെയാണല്ലോ പഠിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം ചേട്ടൻ പറഞ്ഞു അതെ, ഇപ്പൊ അവൻ അവിടെ പഠിക്കുന്നത് മുമ്പത്തെ പോലെ ഒന്നല്ല, അവൻ അത്ര വയലന്റ് ഒന്നല്ല, നന്നായിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവൻ ഓരോ കാര്യങ്ങൾ അവൻ സ്വയമായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അന്ന് ഉള്ള ആ വയലൻസോ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഉറക്കെ വണ്ടിയിൽ പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. തുടർന്നാക്കുമ്പോ അവരെല്ലാവരും ബൈയൊക്കെ പറയുന്നുണ്ട്.
ഇതേപോലെ അവരുടെ പ്രായത്തിലുള്ള മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ചിൽഡ്രൻസ് ആണ് അവരെല്ലാവരും. പല ഏജിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരുന്നു അതൊക്കെ കേട്ടോ. പല ഏജ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ ഭയങ്കര വലുതായിരുന്നു. ഇപ്പൊ എന്റെ ഏജ് എന്ന് പറയുമ്പോൾ എന്റെ ഏജിന്റെ അത്ര എന്റെ ഏജ് തന്നെയാണ് അവനുള്ളത്. അപ്പൊ അവനെ പോലത്തെ കുറെ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാക്സിമം അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരിൽ നല്ല മാറ്റം ഉണ്ടാവും. കാരണം മുമ്പ് അവൻ ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യില്ലായിരുന്നു എന്നാ ചേട്ടൻ പറഞ്ഞു. ഇപ്പൊ അവൻ ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ് ഷർട്ടും പാന്റൊക്കെ ഇട്ടിട്ട് നല്ല യൂണിഫോം ഒക്കെ ഇട്ടിട്ട് പോയി വരാണ് ആള്. ഞാനിപ്പോ സ്ഥിരമായിട്ട് അവരെ കാണാറുണ്ട്. ഒരുപാട് മാറ്റം, ഞാൻ ചെറുപ്പത്തിൽ കണ്ട ആളെ അല്ല, ഒരുപാട് മാറ്റം നമ്മുടെ ഈ അപ്പൊ ഞാൻ അന്വേഷിച്ചു മോണ്ടിസോറി തന്നെയല്ലേ അവിടെ ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന്. അപ്പൊ അതേ മോണ്ടിസോറി മെറ്റീരിയൽസ് മോണ്ടിസോറി തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോ നല്ലൊരു ഇമ്പാക്ട് ഈ ഒരു എഡ്യൂക്കേഷൻ അവനിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്സും മെറ്റീരിയൽസും കുട്ടികളിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റീസൺസ് ഒന്നുകൂടി പറഞ്ഞു തരാമോ? ഈ മെനിഞ്ചൈറ്റിസ് വരണ കാരണങ്ങളില്ലേ, അതൊന്നും കൂടി പറഞ്ഞു തരാമോ? മെനിഞ്ചൈറ്റിസിനെ ഡിസ്കസ് ചെയ്തിട്ടില്ലടാ. മെനിഞ്ചൈറ്റിസ് ബ്രെയിൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ അങ്ങനെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞില്ലേ, അതൊന്നും കൂടി പറഞ്ഞു തരാമോ? മെനിഞ്ചൈറ്റിസ് അല്ല നമ്മൾ പറഞ്ഞത് മെന്റലി റിറ്റൈൻഡ് ചിൽഡ്രൻസ് ആവാനുള്ള കാരണമല്ലേ? അതെ. ഡിലേ ഇൻ ഡെവലപ്മെന്റ് നമുക്കറിയാം. നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കും. അപ്പൊ ഓരോ ഏജിലും അതിൻ്റെതായ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മളെങ്ങനെ സാധാരണ പറയാം, 3 മാസമുള്ളപ്പോ എങ്ങനെയായിരിക്കണം കുട്ടികൾ കമന്ന് വീഴണം, അതേപോലെ അങ്ങനെ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നില്ലേ. അപ്പൊ അതേപോലെ ആ ഒരു ഡെവലപ്മെന്റ് വൈകാണെങ്കിൽ അതിൽ പ്രോപ്പർ ആയിട്ട് അവര് അങ്ങനെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ 1.5 വയസ്സായിട്ടും കുട്ടി നടന്നിട്ടില്ലെങ്കിൽ അപ്പൊ എന്തോ ഡിലേ ഉണ്ട് ഡെവലപ്മെന്റിൽ എന്തോ ഡിലേ ഉണ്ട് നമുക്ക് മുൻകൂട്ടി കാണാനായിട്ട് പറ്റും. 1.5 വയസ്സായിട്ടോ, 1.5 വയസ്സിനുള്ളിൽ കുട്ടികൾ നടന്നാൽ മതി. ആ ഒരു ഏജ് അങ്ങനെയാണ്. ഒരു വയസ്സ് ചില ആൾക്കാരൊക്കെ പറയും 8 മാസമുള്ളപ്പോ 8 വെച്ച് നടക്കണം എന്നില്ല. 1.5 വയസ്സ് വരെ സമയമുണ്ട്. 1.5 വയസ്സിനുള്ളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. സംസാരിക്കാൻ തുടങ്ങുന്നത് വൈകിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇനി ചെറുപ്പത്തില് ബ്രെയിനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മെന്റലി റിറ്റൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മെന്റൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്? എന്റെ ചേട്ടനും ഇതുപോലെ വന്നിട്ടുണ്ട്. എന്റെ റിലേറ്റീവ് കസിന്. ആണോ? എന്താ സുഖം വന്നിട്ടാ? ഫിക്സ് ചെറുതായിരിക്കുമ്പോ ഫിക്സ് വന്നിട്ട് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനത്തെ സ്കൂളിൽ ഇപ്പൊ ഇങ്ങനത്തെ സ്കൂളിൽ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഏത് സ്കൂളാണെങ്കിലും തൃശ്ശൂരാണ്. സ്കൂളിന്റെ പേരിക്കറിയില്ല. ഞാന് ഇംഗ്ലീഷ് സ്കൂൾക്ക് പോക്കുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ പോക്കുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാല് നമ്മള് മോണ്ടിസോറി മെത്തേഡ് തന്നെ. നമ്മള് പിക്ചറൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ വരച്ച് കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്. കേട്ടിട്ടുണ്ടാവും, സ്നേഹിത പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പഞ്ചായത്തിലെ ഒരു ഇല്ലതാ. അവിടെ ഫുള്ള് 45-48 വയസ്സ് ഏജ് നല്ല ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ബുദ്ധി ഉള്ളത് ഒരു 6 വയസ്സിന്റെ ഒക്കെ ബുദ്ധി ഉണ്ടാവും. 2 വയസ്സ് 1 വയസ്സ് ആ ഒരു ബുദ്ധി ഉണ്ടാകത്തുള്ളൂ. നമ്മള് പഠിപ്പിക്കുമ്പോഴൊക്കെ ചിത്രം വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചിത്രം ബേർഡ്സിന്റെ ആണെങ്കിലും എലിഫന്റിന്റെ ആണെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കും. അവരെ കൊണ്ട് തന്നെ ഓരോ വർക്കും കാര്യങ്ങളും ഞങ്ങൾ ചെയ്യിപ്പിക്കും. ഇപ്പൊ അവരെന്നെ സ്വയം ചെയ്യുന്ന ഞങ്ങൾ പഞ്ചായത്തിൽ അവർ ചെയ്ത സാധനങ്ങളാണ് എന്തെങ്കിലും മീറ്റിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുക്കുക. അപ്പൊ അവർക്കൊരു സന്തോഷമാണ്. ഫ്ലവേഴ്സ് ഉണ്ടാപ്പിക്കും അവരെ കൊണ്ട്. പിന്നെ അവരെ കൊണ്ട് എപ്പോഴും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുപ്പിക്കും. വീട്ടില് ഭയങ്കര വയലൻസ് ആയിരിക്കും. ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വാശി എടുക്കും. അവർക്ക് കൂട്ടത്തോടെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അവർ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കില്ല. വീട്ടിലിടുമ്പോഴാണ് അവര് വീട്ടുകാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരെ രീതിക്ക് നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മള് വീട്ടുകാർ അത്ര ക്ഷമയില്ലാത്തവരാണല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടാമത്തേന് വഴക്കും കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും. ഇത് ശനിയും സാറ്റർഡേ സൺഡേ ലീവാണ്. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് പോരണം എന്ന് പറഞ്ഞാണ്ട് വാശി പിടിക്കും. അവിടെ പോയിരുന്നാൽ നമ്മളൊക്കെ ഏതോ സ്വർഗത്തിൽ നിന്ന മാതിരിയാണ് അവരെ അടിയിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോ. ഭയങ്കര ഫീലിംഗാ. വലിയ 48 വയസ്സായ ഏട്ടന്മാരൊക്കെ ഉണ്ട്. ഞാൻ പോക്കുണ്ട്. ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് ഞാനേ പോക്കുണ്ട്. അവിടെ അതായത് നമ്മൾ പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കുന്നത്. അവര് പഠിക്കൊന്നുമില്ല, എന്നാൽ പോലും നമ്മള് അറിയിക്കുക. അവരെ കൊണ്ട് അവരെ കാര്യങ്ങൾ സ്വയം ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. അവരെ കൊണ്ട് കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളെ പരിചയപ്പെടുത്താട്ടോ.
മോണ്ടിസോറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ക്ലാസ് അതിന്റെ പാവുന്നേക്കാൾ മുമ്പായിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങൾ ആര്യ ഈ മെന്റൽ ഡിസേബിൾ ആയിരിക്കുന്ന കുട്ടി ഈ ഐക്യു രീതിയിലുള്ള കുട്ടികളല്ലേ പറയുന്നത്? എന്താണ് ഈ മെന്റൽ ഡിസേബിൾ ആയിട്ടിരിക്കുന്ന കുട്ടികളില്ലേ മിസ് പറഞ്ഞത്, അവര് ഈ ഐക്യു രീതിയിലല്ലേ കണക്കാക്കപ്പെടുന്നത്? ഐക്യു എന്നിട്ട് ഇത്തിരി ഓക്കെ IED അതാണ് ഉദ്ദേശിച്ചത്, പഠന വൈകല്യങ്ങളുള്ളവര്. ഓക്കെ, അങ്ങനെയാണ്. പക്ഷെ ഇല്ലേടാ നോർമൽ സ്കൂളിൽ അവരെ പഠിപ്പിക്കുമ്പോ എന്താ പ്രശ്നം പറ്റണേന്ന് അറിയാവോ? മ്യൂട്ട് ആയിക്കോട്ടെ ആര്യ. നോർമൽ സ്കൂളിൽ തന്നെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കണമെങ്കിൽ അവരെ കളിയാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ അവരെ തമാശ പോലെ ട്രീറ്റ് ചെയ്യാനും അതേപോലെ കളിയാക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മള് മോണ്ടിസോറി അല്ലെങ്കിൽ മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിസബിലിറ്റീസ് അല്ല ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. ഇപ്പൊ റീമ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്തിന്റെ ചെന്നമംഗലം പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ മോണ്ടിസോറി സ്കൂൾ ഞാൻ പറഞ്ഞതുള്ളത്. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നമ്മുടെ എന്താ പറയാ പഞ്ചായത്തിന്റെ കീഴിലാണ് ഫുൾ റൺ ചെയ്യുന്നത്. അതിന്റെ പോസ്റ്റ് മൊത്തം അവര് തന്നെയാ. യൂണിഫോം, വണ്ടി എല്ലാം ഈ പറഞ്ഞ കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂടുതൽ വരാണെങ്കിൽ ഈ ഒരു വയലൻസും അവരുടെ ഒരു പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം മുമ്പ് ഭയങ്കര വയലന്റ് ആയിരുന്നവനാ എന്ന് വെച്ചാല് വീട്ടിൽ അമ്മനൊക്കെ ഉപദ്രവിക്കും. പക്ഷെ അവർക്കൊരു പരാതി ഇല്ല കേട്ടാ. അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു അവർക്ക്, ആ ഫാമിലിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഭാവിയിൽ എന്ത് ചെയ്യും, ഞങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആര് നോക്കും, അങ്ങനത്തെ അവരൊരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ യൂണിഫോമിന്റെ ഒക്കെ ബട്ടൺസ് ഒക്കെ അവൻ തന്നെ ഇടുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആ ഒരു ചെറിയ ബട്ടൺസ് പോലും അവൻ കറക്റ്റ് ആയിട്ട് ഇടുന്നെന്ന് പറയുമ്പോ അച്ഛന് ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനമാണ് ആ മോനൊക്കെ. ക്ലീൻ ചെയ്യാൻ അറിയൂല അവർക്ക്. ഒന്ന് വാഷ്റൂമിലൊക്കെ പോയാല് അതൊക്കെ സ്വയം ചെയ്തിട്ട് ഓരോ അമ്മമാര് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം കാണണം. നമ്മളവിടുന്ന് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാണത്. ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുക പറഞ്ഞിട്ട്. അപ്പൊ അവര് ചെയ്യും. പക്ഷെ നമ്മളെങ്ങായും 48, 46 ഏജ് അത്ര ഏജിലവരായിരിക്കും. പക്ഷെ അവര് ബുദ്ധി ചെറിയ കുട്ടികളും മാതിരിയാ. അത് കാണുമ്പോ തന്നെ നമ്മൾ ഏതോ ലോകത്ത് നിൽക്കണ മാതിരി ഫീൽ ചെയ്യും. അതെ, ഞാൻ പഠിച്ച സ്റ്റേറ്റ് സ്കൂളാണ്. അവിടെ ഇങ്ങനെ കുറച്ച് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ പഠിപ്പിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു എക്സ്ട്രാ ടീച്ചർ വന്നിട്ട് പഠിപ്പിക്കണായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ അവരെക്കാളും വെറുതെ താഴ്ന്നായിരിക്കുന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിച്ചു. നമുക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഓക്കേടാ, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി ഇവർക്ക് കിട്ടേണ്ട കുറച്ച് റൈറ്റ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മെന്റലി റിട്ടേർഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് കിട്ടേണ്ട റൈറ്റ്സുകൾ അല്ലെങ്കിൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. എ ഗ്രൂപ്പ് ഓഫ് മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ മേ ഡിഫർ ഇൻ ദർ സബ്സിക്വന്റ് ഏജ്. പല ഏജ് ഗ്രൂപ്പിലായിരിക്കും അവരുണ്ടാവുന്നത്. ഏജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒത്തിരി ഏജ് ഉള്ളവരുണ്ടാവും, പക്ഷെ അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞിരിക്കണേ, സെയിം ആയിരിക്കും. നമ്മൾ പറയുന്നത് 6 അല്ലെങ്കിൽ 3 to 6 years ആ ഒരു ഏജിലുള്ള കുട്ടികളുടെ മനസ്സായിരിക്കും അവരുണ്ടാവുന്നത്. സം ഓഫ് ദം ആർ ഓൾഡർ ദാൻ അതേഴ്സ്. ചിലവർ ഭയങ്കര മുതിർന്നവരായിരിക്കും, ചിലവര് ചെറിയ കുട്ടികളായിരിക്കും. ബട്ട് ദേ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ സോ ആസ് ടു അവൈൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷനും ഇൻക്ലൂഡിങ് ട്രീറ്റ്മെന്റിനും അവർക്ക് എന്ത് വേണം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം. അപ്പോ ഈ ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥലത്ത് ഡോക്ടേഴ്സിന്റെ ചെക്കപ്പുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം അവന് ഭയങ്കര മെഡിസിൻ കൂടുതൽ ഡോസ് ഒക്കെ കഴിച്ചിരുന്നു. പിന്നെ നോർമലി ആയി തുടങ്ങിയപ്പോ ഡോസ് കുറച്ച് അവൻ ഇപ്പോഴും ഒരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദേ ആർ ഗ്രൂപ്പ്ഡ് അപ്പ് ഫിസിക്കലി, their mental age is very low. എന്തുകൊണ്ടാണ് അവരെല്ലാവരും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റീമ പറഞ്ഞ പോലെ 42 years പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കും ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പക്ഷെ അവർ എന്തുകൊണ്ട് അങ്ങനെ ഗ്രൂപ്പ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മെന്റൽ ഏജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഏകദേശം വെരി ലോ ആയിരിക്കും. 3 to 6 yearsന്റെ ഒക്കെ ബുദ്ധിയെ അവർക്ക് ഉണ്ടാവുള്ളൂ. അതിലും ബുദ്ധി കുറവായിരിക്കും മിക്ക കേസുകളിലും നമ്മൾ മിക്ക കുട്ടികളിലും കാണാറ്. ഓക്കെ, ഇനി appropriate activities. The mentally retained children should be suitable and proper physical and mental activity
so that they may frequently get opportunity to active and vigilant. അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം. ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മറന്നു പോകും. ചിലപ്പോൾ അവൻ വന്ന് പിറ്റേ ദിവസവും അതേ ആക്ടിവിറ്റി തന്നെ അതേ സംശയം തന്നെ നമ്മളോട് ചോദിക്കും. നമ്മൾക്ക് നല്ല ക്ഷമ വേണം, നല്ല കെയറോട് കൂടി തന്നെ വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും ഫ്രഷ് ആ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, അവരത് മറന്നുപോയിട്ടുണ്ടാവും. നമ്മളത് വീണ്ടും പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പേഷ്യൻസ് ആർക്ക് വേണം? നമ്മൾ ഓരോ ടീച്ചേഴ്സിനും വേണം. ഇനി വേണ്ടത് സ്പെഷ്യൽ ക്ലിനിക്കുകളാണ്. As these children need not only cognitive support but also medical treatment. നമ്മൾ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ അവരെ പഠിപ്പിക്കേണ്ടത്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എങ്ങനെ കൊടുക്കാൻ പറ്റും അത് നമ്മൾ കുറച്ചും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ നോക്കണം. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക് മേ ബി ഓർഗനൈസ്. നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലിനിക്കുകൾ എന്ത് ചെയ്യാൻ നോക്കാം? ഓർഗനൈസ് ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പൊ അവിടെ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ. എന്നെക്കാളും ഒത്തിരി ഏജ് ഉണ്ട്. ഞാൻ വരുൺ ചേട്ടനാ പറയണത്. അപ്പൊ ഈ ചേട്ടന ഇവരിൽ മൂത്ത കുട്ടികൾ എന്ന് വെച്ചാല് സീനിയേഴ്സ് ഭയങ്കരമായിട്ട് എന്താ പറയാ റാഗ് ചെയ്യണ പോലെയും അതേപോലെ വെറുതെ കളിയാക്കുന്ന പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ എന്താ പറയാ ഈ പാട്ടയൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് എന്താ പറയാ പാന്റിന്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടൊക്കെ അങ്ങനെ കൊണ്ട് ഓടിക്കണൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കാണുമ്പോൾ ടീച്ചേഴ്സിനോട് പോയി പറയാറൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി അവര് നടപടിയൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ എന്നാലും ഫീലിംഗ് അവോയ്ഡ്, അവര് സെപ്പറേറ്റ് ആണ് എന്നൊരു തോന്നില്ല അവർക്ക് തന്നെ തോന്നും. ഒരു എന്ന് വെച്ചാല് നോർമൽ സ്കൂളിലാണ് പഠിക്കണമെങ്കിൽ. അപ്പൊ അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ സ്പെഷ്യൽ സ്കൂളുകൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന് മാത്രമായിട്ട് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കെയർ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എന്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബാഡ് ആയിട്ട് ചെയ്യുന്നു. അതേപോലെ ഞാൻ ചില ചേട്ടന്മാര് ഈ വരുൺ ചേട്ടന് കൊണ്ടുവന്ന് ചിപ്സ് വാങ്ങിച്ചു കൊടുക്കണതും അതേപോലെ എന്തെങ്കിലും മിഠായി വാങ്ങിച്ചു കൊടുക്കണൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലവർക്ക് ചിലവര് നല്ല രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, ചില ആൾക്കാർ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിസബിലിറ്റീസ് അല്ലെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കണായിരിക്കും കുറച്ചും കൂടി നല്ലത്. As they are educated in normal school environment, children have a tendency to fool them. അവർക്ക് എന്തോ മറ്റു കുട്ടികൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും ഇവരെ ഫൂൾ ആക്കാം, അതേപോലെ ലവ് അറ്റ് ദം, അവരെ തമാശ അല്ലെങ്കിൽ എന്തെങ്കിലും കളിയാക്കാം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. Teachers should be see to this and avoid any such attempt because it would psychologically affect them adversely. അപ്പോ ഇങ്ങനെ നമ്മൾ അവരെ ഫൂൾ ആക്കുന്നു, തമാശ കാണിക്കുന്നു, അവരുടെയൊക്കെ മനസ്സ് ഭയങ്കര എന്താ പറയുക ചെറിയ കുട്ടികളുടെ മനസ്സ്. പിന്നെ അവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് വരാനും അതേപോലെ വീണ്ടും പഠിക്കാൻ വരാൻ ഭയങ്കര പേടിയായിരിക്കും. കാരണം അവർക്ക് മെന്റൽ ട്രാമ അത്രയും കൂടുതലായിരിക്കും, അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും അവർക്ക് ആ കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വീണ്ടും സ്കൂളിൽ വന്ന് നോർമലായിട്ട് പഠിക്കാനായിട്ട് അവർക്ക് പേടിയൊക്കെ ആയിരിക്കും. പിന്നെ അവർ പോകാനൊക്കെ മടി കാണിക്കും. അപ്പൊ അവർക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ നോക്കാം. ഇനി വെൽഫെയർ ഫോർ നോർമൽ ചിൽഡ്രൻസ്. Although special care is to be given under performing and disabled children, compensatory education programs are to be imagined for them. അപ്പോൾ ഈ എന്താ പറയാ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ നോർമൽ ചിൽഡ്രൻസ് ടു റിക്വയർ സ്പെഷ്യൽ കെയർ ഫോർ ദർ ഡെവലപ്മെന്റ്. അതേപോലെ തന്നെയാണ് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സ്പെഷ്യൽ കെയർ. ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് കെയർ നമ്മൾ എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ദിസ് ഇസ് ഫുൾഫിൽ ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മൾ ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും? ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഓരോ കുട്ടീനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ പഠിപ്പിച്ചുകൊണ്ട് വരാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മെന്റലി റിറ്റെയിൻഡ് ചിൽഡ്രൻസ് ആയിരുന്നു. അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാവട്ടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാം. അവരെ കൊണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം, വർക്ക് ചെയ്യിപ്പിക്കാം. വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരെ എന്ത് ചെയ്യാം? മാക്സിമം നോർമലൈസ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കാം. സ്പെഷ്യൽ ക്ലിനിക്കുകൾ അറേഞ്ച് ചെയ്യാം. മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് പീരിയോഡിക്കൽ സ്പെഷ്യൽ ക്ലിനിക്കുകൾ അറേഞ്ച് ചെയ്യാം. അതേപോലെ അവര് നമ്മളുടെ എന്താ പറയുക നോർമൽ സ്കൂളിൽ വരുമ്പോൾ അവര് ഫീലിംഗ് ഓഫ് അവോയ്ഡ്നെസ് തോന്നാറുണ്ട്.
അവരെ മാറ്റി നിർത്താറുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യരുത്. കാരണം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മെന്റലി അത് ഭയങ്കര ഡ്രാമയായിരിക്കും, ഭയങ്കര വിഷമം വരും. പിന്നെ അവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ സ്കൂളിലേക്ക് വരാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് തോന്നാത്ത രീതിയിൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ ഒന്ന് റീഡ് ചെയ്യും. ഞാൻ കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. ഒരു മിനിറ്റ്, ഫ്രെയിം കാണിച്ചിട്ടില്ല ശ്രുതി ടീച്ചർ? ബട്ടണിങ് ഫ്രെയിം ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. സ്റ്റാർട്ടിങ്ങില് കാണിച്ചിട്ടുണ്ടായിരുന്നോ? ബട്ടൺ വെച്ചിട്ട് സിബ് വെച്ചിട്ട് ഫ്രെയിം അല്ലേ? ആ, അത് കാണിച്ചായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ, ഫസ്റ്റ് തുടങ്ങിയപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു. അത് ഫോട്ടോ ആണ് കാണിച്ചത് അല്ലെങ്കിൽ ഒറിജിനൽ കൊണ്ടുവന്ന് കാണിച്ചോ? ഒറിജിനൽ കൊണ്ടുവന്ന് ഫോട്ടോ അല്ല, ഒറിജിനൽ തന്നെയാണ് കാണിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്താലോ? ഓക്കെ മാം. അപ്പൊ ഞാൻ ഒരു ആക്ടിവിറ്റി ആയിട്ട് തരാണ്. ബട്ടണിങ് നമ്മുടെ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇനി ഓരോ വീക്സിലും ഓരോ ഫ്രെയിംസ് നമുക്ക് ടോട്ടല് 5 ഫ്രെയിമോ 6 ഫ്രെയിമോ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫ്രെയിം ക്രിയേറ്റ് ചെയ്താലുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിലൊക്കെ പോകുമല്ലോ, അപ്പൊ ഈ ഫ്രെയിം നിങ്ങൾക്ക് കൊണ്ടുപോകാനും പ്രാക്ടിക്കലായിട്ട് അവരെ കാണിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഫ്രെയിമുകൾ, ഞാൻ പറയുന്ന ഫ്രെയിമുകൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കാം, തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. പറ്റും അത് ഞാൻ കാണിച്ചു തരാം. ചിലവര് മിക്ക കുട്ടികളും വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന, ക്രാഫ്റ്റിന്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ, അവിടെ നിന്ന് ഈ ഫ്രെയിമുകൾ വാങ്ങിച്ച് നോർമലായിട്ട് നമ്മൾ തയ്ക്കാനൊക്കെ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ പറ്റും, തയ്ച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. സൈഡിലൊക്കെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നോർമലി ഒരു മിനിറ്റ്. ഒറിജിനൽ ഒന്നും കൂടെ ഒന്ന് കാണിക്കാമോ? ഇത് കാണിക്കണേ, ഒറിജിനൽ ഒന്നുകൂടി കാണിക്കണം. ഞാൻ ഇവിടത്തെ എടുത്തോണ്ട് വരാം, നിങ്ങൾക്കൊന്ന് നോക്കിട്ടോ. ഇതാണ് ഏത് ബട്ടണിങ് ഫ്രെയിം കേട്ടോ, ഇതാണ് ബട്ടണിങ് ഫ്രെയിം. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട എന്താണ്, നോർമൽ ബട്ടൺ ഫ്രെയിം ആണ്. നമ്മൾ സാധാരണ ഷർട്ടിലൊക്കെ കാണുന്ന നോർമൽ ബട്ടണിങ് ഫ്രെയിം ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കണം. ക്രാഫ്റ്റ് ഒക്കെ ഉള്ള കടകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ മെറ്റീരിയൽസ്, ഈ റോളറും അതേപോലെ ഈ ഷേപ്സ് ഒക്കെ കിട്ടും. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്രാഫ്റ്റിന്റെ കടയിൽ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ റോളറും ഷേപ്പ് ഒക്കെ കിട്ടും. കിട്ടില്ലേ? ചെയ്യാറുണ്ട് ഗ്രീഷ്മ? മാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇത് എളുപ്പം ചെയ്യാനേ, കുട്ടികളുടെ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആ ബട്ടൺസ് മാറ്റി വലിയ ബട്ടൺസ് വെച്ച് കഴിഞ്ഞിട്ട് ആ ഹോളൊന്നും കൂടെ വലുതാക്കി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പം ഉണ്ടാക്കാം. നമുക്കപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പക്ഷെ എന്നാൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു കുട്ടീനെ അല്ല നമ്മളിത് കാണിക്കുന്നത്. നമ്മളിപ്പോ നല്ല സേഫോട് നല്ല കെയറോട് കൂടി ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ഇടുമ്പോൾ നമ്മളിത് ക്ലാസ്സിലൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിൽ അവരെങ്ങനെ അത് ട്രീറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അത് ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് എനിക്ക് തോന്നുന്നു ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്, ചുറ്റും ഒന്ന് 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും. മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സൈഡിൽ നമുക്ക് സേഫ് ആക്കി വെക്കണം, അല്ലാതെ നമ്മൾക്ക് അല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരില്ലല്ലോ. നമുക്ക് ആ ഒരു പീസ് മാത്രം എടുക്കാൻ മതി. ഷർട്ട് നമ്മൾ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഷർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, കോളർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആ ഫ്രെയിം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നോർമൽ ബട്ടൺ ഫ്രെയിം ആണ്. ഇനി അതൊക്കെ മേടിക്കാൻ കിട്ടുമോ? സാധനം ഉണ്ടല്ലോ, ഒരു ഫ്രെയിം പോലെ, അത് വാങ്ങിക്കാൻ കിട്ടും. നമ്മള് ക്രാഫ്റ്റിന്റെ ഒക്കെ കട അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ അടുത്ത് വല്ലയിടത്തും ക്രാഫ്റ്റിന്റെ കട ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേപോലത്തെ ഫ്രെയിം ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ എടുത്തു തരും കേട്ടോ. ക്രാഫ്റ്റിന്റെ ഷോപ്പ് പറവൂര് അടുത്തുണ്ടെന്ന് തോന്നുന്നു. മോന്റെ വീട് എവിടെയാണ്? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എന്റെ വീട് ശരിക്കും കോട്ടുപള്ളിയാണ്. ഞാൻ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന ഇടവനക്കാടാണ്. ഞാൻ അടുത്ത് പറവൂരുകാരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലോട്ടസിൽ കിട്ടും. ലോട്ടസ് കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ലോട്ടസിൽ അവൈലബിൾ ആണ്. മിക്ക കുട്ടികളും അവിടെ നിന്നാണ് വാങ്ങിക്കാറ്.
നിങ്ങളുടെ അടുത്ത് ഏതാണോ ക്രാഫ്റ്റിന്റെ ഒരു കട എന്ന് നോക്ക്. എനിക്ക് തോന്നുന്നു ഒരു പീസിന് എന്തോ 20 രൂപയെങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ വുഡിൽ ചെയ്യിപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി പൈസ ആവും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് നോക്കാട്ടോ. ഇനി അടുത്തത് പ്രസ് ബട്ടൺ ആണ്. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുമൊക്കെ പ്രസ് ബട്ടൺ കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികളുടെ ഇപ്പൊ മിക്ക ഡ്രസ്സുകളിലും എങ്ങനെയാണ് പ്രസ് ബട്ടൺ ആണ്. ആ ഒരു ഫ്രെയിമാണ് അടുത്തത് വന്നത്. നോക്കട്ടെ കേട്ടോ. പ്രസ് ബട്ടൺ നോക്ക്. നിങ്ങൾ മിക്കതും ഡ്രസ്സിൽ നിന്ന് തന്നെയൊക്കെ പഴയ ഡ്രസ്സ് യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, എടുക്കാനായിട്ട് നോക്കുക. ഇതാണ് പ്രസ് ബട്ടൺ. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതല്ല, നോർമൽ ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ഇത് നമ്മൾ തയ്യൽ കടയിലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു തരും. അതിനേക്കാൾ നല്ലത് നമുക്ക് ഡ്രസ്സിന് തന്നെ കട്ട് ചെയ്ത് അതേ ഷേപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. മൂന്നാമത്തത് ഏതാണ്? ലേസ് ഫ്രെയിം. മൂന്നാമത്തത് ലേസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഷൂ ലേസ് ഉണ്ടല്ലോ, ഷൂ ലേസിന്റെ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഷൂ ലേസിന്റെ ഫ്രെയിം ഞാൻ പ്രാവശ്യം കാണിച്ചു തോന്നുന്നുണ്ട്. വേണ്ടോ? അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷൂ ലേസ് ഒക്കെ അവർ സ്വയം കെട്ടാനായിട്ട് അവർക്ക് അറിയാനായിട്ട് പറ്റും. ഈ ഷൂ ലേസിന്റെ ഫ്രെയിം ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പല രീതിയിലും അത് ഇത് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യാം. അത് കാണുന്നുണ്ടല്ലോ എല്ലാവരും? സത്യം പറഞ്ഞ നമുക്ക് തന്നെ അറിയില്ല. എനിക്കറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഷൂവിന്റെ ലേസ് കെട്ടാൻ ഇപ്പോഴും ശരിക്കും അറിയില്ല. ഒരു വഴി കൂടി ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പുറത്തെ വഴി കൂടെ വരുക. ഓക്കെ. അത് അപ്പൊ ചെറുപ്പത്തിലെ മിക്ക കുട്ടികൾക്കും അറിയാനായിട്ട് പറ്റില്ല. അപ്പൊ പ്രാക്ടിക്കൽ ഏരിയാസ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കും. ഓക്കെ. ലേസ് ഫ്രെയിം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബെൽറ്റ് ഫ്രെയിം ആണ്. ബെൽറ്റ് ആണോ ഹുക്ക് ആണോ? നാലാമത്തത് ബെൽറ്റ് ആണ് കേട്ടോ. ബെൽറ്റ് ഉണ്ട്, ബെൽറ്റ് ഫ്രെയിം ഉണ്ട്. നോക്കട്ടെ, കിട്ടോ നോക്കട്ടെ. ഇമേജസ് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്. നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാനായിട്ട്. ഇങ്ങനെ മാറ്റിയാൽ മതിയല്ലേ? അതായാലും മതി. ഒരു ഫ്രെയിം വാങ്ങിക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് അതിൽ മാറ്റി വെക്കാനായിട്ട് പറ്റും. ഇത് നമ്മള് പഴയ ബെൽറ്റോ അല്ലെങ്കിൽ സ്ട്രാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ വാച്ചിലേക്ക് സ്ട്രാപ്പ് ഇല്ലേ പഴയത്, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് കിട്ടുന്ന ഒരുപാട് സ്ട്രാപ്പ് ഒരുമിച്ചിട്ടുള്ള, അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നോർമൽ ലേസ് ബട്ടൺ. ഓക്കെ. ഇതൊക്കെയാണോ? നാലെണ്ണം ഓക്കെ ആണോ? അഞ്ചാമത്തതാണ് ഹുക്ക് ബട്ടൺ ഫ്രെയിം. ഹുക്ക് ബട്ടൺ നമ്മളുടെ ഹുക്ക് ഉണ്ടല്ലോ, കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന മിഡിയും ടോപ്പിന്റെ ഒക്കെ ഹുക്ക് പോലെ, അതാണ് ഹുക്ക് ബട്ടണിൽ വരുന്നത്. നോക്കട്ടെ ഇമേജ് കിട്ടുമെന്ന്. ചിലതിനൊന്നും ഇമേജ് കിട്ടൂല, അതുകൊണ്ട് ഞാൻ കാണിച്ചു. ആഴ്ചയും ഓരോന്ന് ചെയ്താൽ മതി. ഹുക്ക് കാണുമെന്ന് തോന്നണം. കേട്ടോ, ഇതാണ് ചെറിയ ബുക്കാണ്. ഇതല്ലാതെ ഇത് ഹുക്ക് ബട്ടൺ. ഇത് ഇതുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ ഹുക്ക് ബട്ടൺ? കാണാൻ പറ്റുന്നുണ്ടോ? ഹുക്ക് ബട്ടൺ ഫ്രെയിം ആണ്. നമുക്ക് സാധാരണ നിസ്സാരം പൈസക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ബുക്ക്. ജസ്റ്റ് ആ ഒരു ക്ലോത്തിൽ എന്ത് ചെയ്താൽ നമുക്ക് തുന്നി വെച്ചാൽ മതി. എളുപ്പം നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ആറാമത്തത് വെൽക്രോ ഫ്രെയിം ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മള് മിക്ക ചപ്പലിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെൽക്രോ.
നോക്കിയേ സ്ട്രാപ്പ് ഇത് കാണുന്നുണ്ടോ നിങ്ങള്? വെൽക്കോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഇതാണ് വെൽക്കോ ഫ്രെയിം. ഓക്കെ, ഇനി ലാസ്റ്റത്തത് വന്നിട്ട് പക്കിൾ ഫ്രെയിം. അത് നമ്മള് ബാഗിന്റെ ഒക്കെ ഇല്ലേ പക്കിൾ ഫ്രെയിം കാണിച്ചിടാം. പഴയ ബാഗിന്റെ ഒക്കെ ബക്കിൾ യൂസ് ചെയ്ത് ഇതാണ് ബക്കിൾ ഫ്രെയിം എന്ന് പറയുന്നത്. ഏഴാമത്തത് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ? അവിടെ കാണാൻ പറ്റുന്നില്ലേ? പഴയ ബാഗിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഈ 7 ഫ്രെയിം നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ വേണം. റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളായാലും ഈ ഫ്രെയിമുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, അത് നമുക്ക് പ്രാക്ടിക്കൽസിനൊക്കെ ബട്ടൺ ഫ്രെയിം ഒന്ന് കാണിച്ചു, ഞാൻ കണ്ടിട്ടില്ല ഫസ്റ്റ് ആയിട്ട്. നോർമൽ ബട്ടൺ ഫ്രെയിം സിബ് ഞാൻ പറഞ്ഞില്ലേ? ഫ്രെയിം ഞാൻ പറഞ്ഞില്ല. സിബ് പറഞ്ഞിട്ടില്ല, ഞാൻ ഓതാൻ നോക്കുന്നത് എളുപ്പമായിരുന്നല്ലോ, അത് കാണുന്നിട്ട് എന്താണ്? അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വിട്ടുപോയതാണ്. 8ാമത്തത് എനിക്ക് വിട്ടുപോയതാണ്, സോറി കേട്ടാ. ഞാനത് പറഞ്ഞു എന്നാ വിചാരിച്ചു. സിബ് ഭയങ്കര എളുപ്പമാണ്, അത് ഞാൻ വിട്ടുപോയതാണ്. സിബ് ഫ്രെയിം ആണ് കാണുന്നത്. ഇത് നമ്മളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിബ് ഫ്രെയിമും കൂടി കേട്ടോ. കാണുന്നുണ്ടല്ലോ? ഈ മോണ്ടിസോറിയിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഓരോ കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ സ്വയം ചെയ്ത് പഠിപ്പിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട വരുന്നില്ല, പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ അവർക്ക് സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. എന്തോ ഡൗട്ട് വെച്ചില്ലേ വേറെ? നോർമൽ ബട്ടൺ ഫ്രെയിം അത് കണ്ടില്ലേ? ഇല്ല അല്ലെ? ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം. പ്രസ് ബട്ടൺ ഒന്നും കൂടെ കാണിക്കൂ. ഏതാണ് പ്രസ് ബട്ടൺ? ഇത് നോർമൽ ബട്ടൺ ഫ്രെയിം. ഓക്കെ, പ്രസ് ബട്ടൺ. ഇത് പ്രസ് ബട്ടൺ. പ്രസ് ചെയ്യുന്ന കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഇപ്പൊ ഇതേപോലത്തെ ബട്ടൺ അല്ലേ? അപ്പൊ 7 ഫ്രെയിമുകളാണ് നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലും കൂടുതൽ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പ്രസ് ബട്ടൺ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ആഡ് ഓൺ ആയിട്ട് 8 എണ്ണോ കേട്ടാ. ഓക്കെ, അപ്പൊ 8 ആഴ്ചത്തേക്കുള്ള ആക്ടിവിറ്റീസ് ആയിട്ടാണ് തന്നത്. ഓരോ ആഴ്ച ഓരോ ഫ്രെയിം നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ അത് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കാണിക്കാം കേട്ടാ. ഓക്കെ, ലെൻ റെഡി അല്ലേ? മാം, ഒരു ക്രാഫ്റ്റിന്റെ കടയിൽ ചെന്നാൽ ഇത് മൊത്തം വാങ്ങിക്കാൻ കിട്ടുമോ നമുക്ക്? എന്താണ്? ക്രാഫ്റ്റിന്റെ കടയിൽ പോയാലേ ഷോപ്പ് ചെയ്ത് മൊത്തം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ? മൊത്തം വാങ്ങിക്കാനായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല പൈസയാവും. ഞാൻ വേണമെങ്കിൽ ഒരു ഫ്രെയിമിന്റെ പൈസ ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും റേറ്റ് കാണിച്ചത്. നല്ല പ്രൈസ് ആണ് ഇതിന് വന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാണെങ്കിൽ ബട്ടൺ ഹൗസ് പോയാല് മറ്റു ഐറ്റംസ് ഒക്കെ കിട്ടും. ബട്ടൺ ഹൗസ് ഇല്ലേ, ഈ തയ്യലിന്റെ മെറ്റീരിയൽസ് ആ ഭാഗത്തുനിന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഈ സിബ്, ഹുക്ക്, ബെൽറ്റ്, ആ ബട്ടൺ അതൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഈ ഫ്രെയിം ആണ് ക്രാഫ്റ്റിന്റെ ഷോപ്പിലാണ് കിട്ടുന്നത്. ഫ്രെയിം ആണ് ക്രാഫ്റ്റിന്റെ ഷോപ്പിൽ കിട്ടുന്നത്. നിങ്ങൾ ഇതിന്റെ പ്രൈസ് ഒന്ന് നോക്കി. അത്രയും പ്രൈസ്, നല്ല പ്രൈസ് ആണ് മെറ്റീരിയൽസിന് വന്നത്. നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും എമൗണ്ട് നമുക്ക് വരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ചിലതിനൊക്കെ നല്ല പ്രൈസ് കാണുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് അധികം പൈസ ഒന്നും വരും, നിസ്സാര പൈസ കൊണ്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തൊക്കെ വല്ല വർക്ക്ഷോപ്പ് ഇല്ലേ, ഈ മരത്തിന്റെ പണി നടക്കുന്ന വർക്ക്ഷോപ്പിന്റെ അവിടെ ഈ റീപ്പറിന്റെ പീസ് കിട്ടും, സ്ക്വയർ ടൈപ്പിലുള്ള.
അത് അധികം റേറ്റ് ഒന്നും ആവില്ല. അവരോട് വെറുതെ ചോദിച്ചാൽ അവർ തരും. അത് അവര് ജസ്റ്റ് ചിലവർക്കൊക്കെ ഇങ്ങനെ കത്തിക്കാനൊക്കെ കൊടുക്കും. നമ്മള് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ കൊടുക്കും. ആ പീസ് ഉണ്ടായിരുന്നെങ്കിൽ 2 കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. നമുക്ക് ചെയ്യാൻ എളുപ്പം പറ്റും. ഓക്കെ, നിങ്ങളൊരു ഐഡിയ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണ്ടേ? ക്ലോത്ത് സെറ്റ് ചെയ്യണ്ടേ? ക്ലോത്ത് സെറ്റ് ചെയ്യണ്ടേ? അതെങ്ങനെ പറ്റുക? ഇതിൽ എനിക്ക് തോന്നുന്നു സിബും അതേപോലെ തന്നെ നോർമൽ ബട്ടൺ ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നെക്സ്റ്റ് വീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 1st വീക്ക് നമ്മൾ ഏത് ബട്ടൺ ഫ്രെയിം ചെയ്യും? ഏത് ഫ്രെയിം ചെയ്യും? ബട്ടൺ ഫ്രെയിം ചെയ്യാലോ എല്ലാവർക്കും? ഓക്കെ മാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഡേയും എന്റെ ക്ലാസ് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള നമ്മുടെ ഫ്രെയിംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ മാം. ഇത് ഈ തുണി വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്നല്ലേ പറയണേ? ഇങ്ങനത്തെ തുണി വാങ്ങിച്ചിട്ട് ചെയ്യണാണോ നല്ലത്? എന്താണ്? ഇങ്ങനത്തെ പ്രസ് ബട്ടൺസിന്റെ ഒക്കെ ഇങ്ങനത്തെ തുണി വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യണാണോ നല്ലത്? അല്ലടാ, ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ആ ബക്കിൾ ഫ്രെയിം ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ ബാഗില്ലേ, എക്കോ വേണ്ടേ, നമ്മുടെ പഴയ ബാഗ് തന്നെ ബാഗിൽ നിന്ന് ബക്കിൾസ് കട്ട് ചെയ്തിട്ട് അതൊരു ഫ്രെയിമിലേക്ക് വെക്കാം. 1 or 2 മതി പഴയത്. അപ്പൊ അത് തന്നെ യൂസ് ചെയ്യാൻ നമുക്ക് ബക്കിൾ ഫ്രെയിം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. വെൽക്കോ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാൻ പൈസ അധികം ഒന്നും ആവില്ല. പിന്നെ ബാക്കിയൊക്കെ ബെൽറ്റ് ഫ്രെയിം ഒക്കെ നമുക്ക് പഴയ ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക. ഇനിയിപ്പോ ഇനി ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടില് അടുത്തൊക്കെ നോക്കാം. ഈ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അതിനെ പറ്റിയ ക്ലോത്ത് അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കാം. ഓക്കെ, ചെയ്യാട്ടെ. ഇത് ഓരോന്നും ചെയ്യാം. 8 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 8 ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യുക. 8 ആഴ്ചത്തേക്കുള്ള വർക്കാണത്. ഓക്കെ അല്ലേ? ഓക്കേടാ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ടും. ഞാൻ ഇന്ന് 3 ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണത്? എൻഡോസൾഫാൻ, ഭോപ്പാൽ ദുരന്തം. ഈ 3 ഇൻസിഡൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു സെമിനാർ ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുമല്ലോ ക്ലാസ്സിൽ, അതേപോലെ പ്രസന്റ് ചെയ്യണം നെക്സ്റ്റ് ഡേ. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ഉണ്ട് എന്റെ ക്ലാസ്, നാളെയാണ് ക്ലാസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ മാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ മിസ്സേ. പേരെന്താടാ? വന്ദന. ഓക്കെ വന്ദന, പറഞ്ഞോടാ. Good morning, Abarna ma'am and my dear friends. Today discuss about the compensatory education and different types of frames. Thank you for making beautiful class. To a memorable experience, knowledge, skills and values you have imparted to me. Thanks for being you, for all you do, for all you give, for all the hard work, for being a great teacher, for being the best teacher. Once again, thank you to all. Thank you all. Thank you, miss. Thank you, miss. Thank you, miss. Thank you, miss.